ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞ് ഇന്ന് അനാമിക അനന്തപുരിയിലോട്ട് കാലെടുത്ത് വെക്കുവാണ്. അനാമികയുടെ ലക്ഷ്യം ഒരെണ്ണം മാത്രമേ ഉള്ളൂ, തന്റെ അമ്മയുടെയും അച്ഛന്റെ കടങ്ങള് നികത്തുക, എന്നിട്ട് ഒരുപാട് കോടീശ്വരനാവുക, നല്ലപോലെ സുഖമായിട്ട് ജീവിക്കുക. ഈ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് അനാമികയുടെ മനസ്സിലുള്ളത്. എന്നാൽ അനാമികയെ തലയിലെടുത്തു വെച്ചുകൊണ്ട് നവ്യയും നയനയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തപുരിയിലെ 3 മരുമക്കളായ ദേവയാനിയും ജലജയും ജാനകിയും. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അനാമികയുടെ വരവോടുകൂടി എന്തൊക്കെ പൊട്ടിത്തെറികൾ നമ്മുടെ അനന്തപുരിയിൽ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ ദിവസം കൂടി ഭയങ്കര ലാഗടിച്ച് ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുവാണ്. എന്നാൽ ഇതുവരെയും അനാമികയുടെ ചതി കണ്ടുപിടിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡോട് കൂടി അനാമികയുടെ യഥാർത്ഥ തനി നിറം പുറത്താവാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ചുള്ള ഒന്നുമില്ല. ഇന്ന് പക്ഷെ ആദർശിനെ എതിരെ അനാമിക തിരിയുന്നതും പിന്നെ ആദർശിനെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ആ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടും വീണ്ടും നയനെ കുറ്റപ്പെടുത്തുക, നവ്യയെ കുറ്റപ്പെടുത്തുക, അവരെ എപ്പോഴും താഴ്ത്തി കെട്ടുക എന്നുള്ളൊരു രീതി മാത്രമാണ് എപ്പോഴും ദേവയാനിയും ജലജ ആയാലും ജാനകി ആയാലും പിന്തുടരുന്നത്. അതുപോലെ തന്നെ അവസരം കിട്ടിയപ്പോഴെല്ലാം അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നാൽ എന്തുകൊണ്ട് നന്ദു ഹോസ്പിറ്റലായി എന്നുള്ളൊരു കാര്യം ആർക്കും അറിയത്തില്ല. നന്ദു തലയിറങ്ങി വീണു എന്നുള്ള സത്യം മാത്രമേ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെ നന്ദുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും മോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിനക്ക് ഞങ്ങളില്ലേ എന്നൊക്കെ ഒരു ആത്മവിശ്വാസം പകരാൻ വേണ്ടിയിട്ടും അവിടെ കനകയും ഗോവിന്ദനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിനക്ക് ഞങ്ങളില്ലേ, നീ എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദുവിന്റെ മനസ്സിൽ നിന്നും ആ ഒരു ഇഷ്ടം എടുത്തു കളയാൻ വേണ്ടിയിട്ട് നന്ദുവിന് സാധിച്ചിട്ടില്ല. അത്രത്തോളം അനിയെ നന്ദുവിന് ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു ഇഷ്ടം മറക്കാനോ ഞാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് മാറാനോ നന്ദുവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നന്ദുവിന് ഇനി ഒരു നുള്ളി നോവിക്ക് പോലും ചെയ്യത്തില്ല എന്നൊക്കെ കനകയായാലും ഗോവിന്ദനായാലും വാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നയനെയും ദേവയാനിയും പറ്റിയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത്. എപ്പോഴും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിക്കുന്നതെന്നും എന്നാൽ നീ ദേവയാനി പറയുന്ന വാക്കുകളൊന്നും കേൾക്കരുത്, നീ നയനെ സ്നേഹിക്കണം എന്നൊക്കെ ജയനും അവിടെ ആദർശിന്റെ അച്ഛനും പറയുമ്പോൾ നയനയുടെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞു. ആദ്യത്തെ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ നയനെ എപ്പോഴും കുറ്റപ്പെടുത്തും, നയനെ എപ്പോഴും അകറ്റി നിർത്താറുമുണ്ട്. പക്ഷെ ഇപ്പോൾ നയന നല്ലൊരു കുട്ടിയാണ്, അവളുടെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്തും അവിടെ നയനെ കുറിച്ച് കുറ്റം പറയാനും നയനെ തള്ളിപ്പറയാനും ഒക്കെയാണ് അവിടെ ആദർശം ശ്രമിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോഴെല്ലാം നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തും അനാമിക തിരിച്ച് അനന്തപുരിയിലോട്ട് പോകാനായിട്ടുള്ള സമയമായി. അപ്പോൾ അനാമികയോട് തൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും എല്ലാ പ്രശ്നങ്ങളും മാറി ദൈവം വിചാരിച്ചതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നടന്നു. ഇനി മോൾ അവിടെ ചെന്നതിന് ശേഷം മാക്സിമം പൈസ ഇത് കിട്ടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. കുറച്ച് സ്വർണ്ണമൊക്കെ തട്ടിയെടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മളുടെ ഈ കടങ്ങളെല്ലാം വീട്ടണം. കടങ്ങളെല്ലാം വീട്ടി നമുക്ക് നല്ലൊരു വലിയൊരു വീടൊക്കെ വെക്കണം. വീടൊക്കെ വെച്ച് നല്ല സന്തോഷത്തോടു കൂടി ആർഭാടമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഓരോ കാര്യങ്ങൾ അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അനാമികയോട് ഈ ഒരു ഓരോ കുറ്റങ്ങളും തെറ്റുകളിലോട്ട് അനാമികയെ നയിക്കുമ്പോൾ അവിടെ നന്ദുവിനെ കാണാത്ത ടെൻഷനിലാണ് അവിടെ അനി. ഇപ്പോഴും അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയെങ്കിൽ പോലും നന്ദുവിനെ മറക്കാനായിട്ട് അനിക്ക് സാധിക്കുന്നില്ല. ആ ഒരു കാര്യം ആദർശം മനസ്സിലാക്കി. അപ്പോൾ ആദർശ് അനിയെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ തനിക്കൊരിക്കലും നന്ദുവിനെ മറക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സംസാരമാണ് അനിയുടെ ഭാഗത്ത് നിന്നും വരുന്നത്. എല്ലാ വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീടുകളിലോട്ട് മടങ്ങുന്ന ടൈമിൽ ആദർശ് ആ ഒരു പുരോഹിതനെ കണ്ടു, അവരുടെ കുടുംബ പുരോഹിതനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് പുരോഹിതൻ പറഞ്ഞ സത്യങ്ങൾ കേട്ടിട്ട് ആദർശ് തന്നെ ഞെട്ടിപ്പോയി. ഈ ഒരു വിവാഹത്തിന്റെ ആ ഒരു വിവാഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ മുത്തശ്ശി ജാതകങ്ങൾ കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതാണ്, ഈ വിവാഹം ഈ 2 ജാതകക്കാർ തമ്മിൽ ചേരത്തില്ല എന്നും ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നും ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ കെട്ടിയ പെൺകുട്ടിയെ അനി കളയും, ആ ഒരു വിവാഹബന്ധം മുടങ്ങും എന്നൊക്കെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെയാണ് ഈ വിവാഹം നടന്നത്.
ഞാൻ അറിഞ്ഞ വിവാഹ മണ്ഡപത്തിൽ എത്തിയപ്പോൾ തന്നെ അനി ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി. അനിയുടെ ജാതകത്തിൽ ചെറിയ ദോഷങ്ങളുണ്ട്. അപ്പൊ ആ ദോഷവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ജാതകക്കാരിയെ മാത്രമേ അനി വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പുരോഹിതൻ പറഞ്ഞതാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആദർശിനോട് പുരോഹിതൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. അനി ഏതെങ്കിലും പെൺകുട്ടിയെ തീവ്രമായിട്ട് പ്രണയിക്കുന്നുണ്ടോ? അപ്പൊ ആദർശ് ചോദിക്കുകയാണ്, എന്താ പുരോഹിത, അതെന്താ താങ്കൾ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് പുരോഹിതൻ പറഞ്ഞത്, അനിയുടെ ജാതകത്തില് ഞാൻ നോക്കിയപ്പോ അനിയുടെ ജാതകത്തില് അനി മറ്റൊരു പെൺകുട്ടിയെ തീവ്രമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്നും ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ കെട്ടിയ പെൺകുട്ടിയുമായിട്ട് ഒരുപാട് നാൾ നിലനിന്ന് പോകത്തില്ല. ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തും. അതിനുശേഷം മറ്റൊരാളെ അനി വിവാഹം കഴിക്കും എന്നൊക്കെ പുരോഹിതൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനന്തപുരിയിലോട്ട് ദേവയാനിയും നയനയും ജലജയും ആദ്യം വന്നു. എന്നിട്ട് അനാമികയെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അവരാദ്യമേ വന്നത്. അപ്പൊ വിളക്കൊരുക്കി അനാമികയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നയന തന്നെ തയ്യാറാവുമ്പോൾ ജലജ തടഞ്ഞതിന് ശേഷം, നീ എന്റെ മരുമകൾക്ക് വിളക്ക് കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചു വാങ്ങി. അവർക്ക് കൊടുക്കാനുള്ള പാല് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജലജ വന്നിട്ട് നയനെ അവിടുന്ന് മാറ്റി നിർത്തിയതിനു ശേഷം, ഞാൻ ചെയ്തോളാം, നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ മനഃപൂർവ്വം ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കുറ്റം പറയുകയാണ്. അത് കേട്ടപ്പോൾ നയനയ്ക്ക് ദേഷ്യം വന്നു. നയന പറഞ്ഞത്, ഞാൻ ഈ വിവാഹം മുടക്കണമെന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം നടക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഇപ്പോ അനാമിക ഈ വീട്ടിലും മരുമകളായിട്ട് വരുന്നത്. അതൊന്ന് ഇളയമ മനസ്സിലാക്കിയാൽ നല്ലത് എന്നൊക്കെ നയന നല്ല മറുപടി കൊടുത്തു. അനാമികയെ ദേവയാനി തന്നെ കൈപിടിച്ച് അകത്തോട്ട് കയറ്റി. എന്നിട്ട് വീണ്ടും അവിടെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവയാനി ശ്രമിക്കുവാണ്. അവസാനം അവിടെ ആദർശ് തന്നെ ഇതിൽ ഇടപെടേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ആദർശ് തന്നെ പറഞ്ഞു, അമ്മയെ തള്ളിപ്പറയേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കത്തില്ല, അമ്മയെ എനിക്ക് തള്ളിപ്പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരിക്കലും ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് അമ്മയെ സ്നേഹിക്കേണ്ട കാര്യമില്ല. അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു എന്റെ മനസ്സിന്റെ ഒരു കോണില് നയനയോടും എനിക്ക് സ്നേഹം കാണിച്ചേ പറ്റത്തുള്ളൂ, അവൾ എന്റെ ഭാര്യയാണ് എന്ന് നല്ല അടിച്ച് നല്ല തക്ക മറുപടി തന്നെയാണ് ആദർശ് കൊടുത്തത്. വീണ്ടും അവിടെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ദേവയാനി നടത്തുമ്പോഴെല്ലാം മുത്തശ്ശി നല്ല വഴക്ക് കൊടുക്കുവാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പാലും പഴമൊക്കെ കൊടുത്ത് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ അനി ഒരാളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോവാണ്. അപ്പോൾ അനിയെ തടയാൻ വേണ്ടിയിട്ട് ദേവയാനിക്ക് ശ്രമിച്ചുവെങ്കിലും അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനി പോയത്. അനി പോയതിന്റെ പിന്നാലെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴാണ് ആദർശ് അനിയെ അടിച്ച കാര്യം അനാമിക എടുത്തിടുന്നതും ഞാൻ അനിയുടെ കവിളിൽ കണ്ടതാണ്. ഒരു കഥകിൽ തട്ടിയ ഒരു പാടൊന്നും അല്ല, അത് ഒരാൾ അടിച്ചതിന്റെ പാടാണ്. അപ്പൊ ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, ആദർശേട്ടൻ അടിച്ചതാണെന്നും, എന്നാൽ ഇപ്പോ അനി എന്റെ ഭർത്താവാണ്, അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും കാണിക്കരുത് എന്നുള്ള രീതിയിൽ അനാമിക സംസാരിച്ചു. അപ്പോൾ അത് ആദർശനും നല്ല സങ്കടം തോന്നി. ആദർശ് പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല, എന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അകത്തോട്ട് പോയി. പക്ഷേ ആ ഒരു സംസാരം നയനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. നയനയ്ക്കും സങ്കടത്തോടു കൂടിയാണ് നയനയും അകത്തോട്ട് കയറിപ്പോയത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അനാമികയുടെ വരവ് ഒരിക്കലും അനന്തപുരി തറവാടിനെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടില്ല. അനന്തപുരി തറവാടിൽ നിന്നും ഓരോരുത്തരെ ആയിട്ട് പുറന്തള്ളി ഈ ഒരു അനന്തപുരി തറവാടിനെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് അനാമികയ്ക്ക്. ഈ ഒരു സത്യം നയന തിരിച്ചറിയുമോ? ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.